നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പരിപൂർണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിത യാത്രയുടെ നമ്മൾ രണ്ട് വശങ്ങൾ എന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കുന്ന സ്പിരിച്വൽ വിങ്ങും മെറ്റീരിയൽ വിങ്ങും, ഭൗതികമായിട്ടുള്ള ചിറകും ആധ്യാത്മികമായിട്ടുള്ള ചിറകും, അതേക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുന്ന ഒരു ലോകമുണ്ട്. അതിന് നമ്മൾ ഒബ്ജക്റ്റീവ് വേൾഡ് എന്ന് പറയും. പ്രപഞ്ചം, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ലോകം. ഈ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് ഉള്ളിലെവിടെയോ ആണ്. തലച്ചോറിലല്ല. നമുക്കറിയാം, തലച്ചോറ് അതിൻ്റെ ഉപകരണം മാത്രമാണ്. നമ്മൾ തലച്ചോറ് ഉണർന്നു നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും കാണാൻ സാധിക്കില്ല. തലച്ചോറിലൂടെ ബോധതലത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ അനുഭവം നടക്കുന്ന സ്ഥലം ബോധതലമാണ്. അപ്പോൾ പുറമേ സംഭവിക്കുന്ന കാര്യങ്ങൾ, പുറമേ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങൾ ഈ ബോധതലത്തിൽ റെക്കോർഡ് ചെയ്യുന്നു. അതേസമയത്ത് തന്നെ ബോധതലത്തിൽ നമ്മുടെ കണ്ടീഷൻ അത് പുറമേയുള്ള എക്സ്പീരിയൻസസിനെയും ബാധിക്കുന്നു, കണ്ടീഷൻ ചെയ്യുന്നു. ഇത് നമുക്കറിയാം. അപ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നമ്മൾ ശരീരം ഉപയോഗിക്കുന്നത്, ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നത്, ആ തലത്തിൽ നടക്കുന്ന അനുഭവങ്ങൾ, ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നും എൻ്റെ ഉള്ളിലുള്ള ഈ സ്ഥിതി എനിക്ക് എത്രത്തോളം പുറമേ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് ചിറകുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കുള്ള എഡ്യൂക്കേഷൻ നടക്കുമ്പോൾ നമ്മൾ ജാഗ്രത അവസ്ഥയിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, കോളേജ് എഡ്യൂക്കേഷൻ, പിന്നെ ജോലി ചെയ്യുമ്പോൾ നടക്കുന്ന അനുഭവങ്ങളിലൂടെ നടക്കുന്ന എഡ്യൂക്കേഷൻ,
ഫാമിലിയിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഫ്രണ്ട്സായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നടക്കുന്ന എഡ്യൂക്കേഷൻ, യാത്രയിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ. ആചാര്യ പാദമാദത്തെ, പാദം ശിഷ്യം സ്വമേധയ, പാദം സാബ്രഹ്മചാരിണ്യോ, പാദം കാലക്രമേണതു എന്നാണ് സംസ്കൃത ശ്ലോകം പറയുന്നത്. ആചാര്യ പാദമാദത്തെ, പാദം നമ്മൾ ആചാര്യൻ എന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നും നേടുന്നു. പാദം ശിഷ്യൻ സ്വമേധയ, ശിഷ്യൻ സ്വമേധയ തൻ്റെ അനുഭവങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. പിന്നെ പാദം സാബ്രഹ്മചാരിണ്യവും, നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ, അത് ഫാമിലി മെമ്പേഴ്സാവും, യാത്ര ചെയ്യുമ്പോൾ പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു, ജോലി ചെയ്യുമ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്നു, അവിടുന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അതും നമ്മൾ പഠിക്കും. പിന്നെ പാദം നമ്മുടെ മെച്യൂരിറ്റി വരെ നമ്മൾ ഉള്ളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ഇതെല്ലാം ഉള്ളിലാണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ പ്രോസസ്സിലൂടെ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഈ ഉള്ളിൽ നടക്കുന്ന മാറ്റങ്ങൾ, ഉള്ളിൽ നടക്കുന്ന അനുഭവങ്ങൾ പുറമേ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ ഇത് കൂടുതൽ അടുത്തടുത്തടുത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സത്യസന്ധമായിട്ട് ജോലി ചെയ്യുമ്പോൾ ഉള്ളിൽ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷം, ആ ഒരു ഭാരക്കുറവ്, ആ ഒരു ലാളിത്യം, എവിടെയും തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ സാധിക്കും. സ്നേഹത്തോടെ നിസ്വാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിലുണ്ടാകും. അതുപോലെ തന്നെ ഉള്ളിലുള്ള അറിവുകൾ, നമ്മൾ ലഭിച്ച ജ്ഞാനം ഈ തരത്തിൽ ട്രൂത്ത്ഫുള്ളായിട്ട് നമ്മൾ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ചെയ്യും. അതും നമുക്ക് ഭാരക്കുറവായിട്ട് അനുഭവം, നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാവും. ഞാൻ അറിഞ്ഞതാണ് ഞാൻ ചെയ്തത്, എനിക്ക് മനസ്സിലായതാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പുറമേയുള്ള അനുഭവങ്ങൾ എന്നെ കൂടുതൽ ഉള്ളിലേക്ക്, ട്രൂത്ത്ഫുൾനെസ്സിലേക്ക് കണക്ട് ചെയ്യുന്നു, സിൻസിയറിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നു, സ്നേഹത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹം എൻ്റെ ജോലിയിലും ഇൻട്രാക്ഷൻസിലും എല്ലാം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രമേണ ഈ രണ്ട് പാതകളും യോജിക്കുന്നതാണ്. അവസാനം സത്യസന്ധതയും ഡിസിപ്ലിനും, ഇതിനേക്കാളൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം സ്നേഹം. ചാരിജി മഹാരാജ് പറയും, മൊറാലിറ്റി, ഡിസിപ്ലിൻ എല്ലാം, കമ്പാഷൻ, ട്രൂത്ത്ഫുൾനെസ് എല്ലാം അവസാനം ഒത്തുചേരുന്നത് സ്നേഹത്തിനാണ്. സഹജമാർഗത്തിൽ 12th ചക്ര എന്ന് പറയും. 12th ചക്ര കഴിഞ്ഞിട്ട് പിന്നെ സെൻട്രൽ റിലിജനാണ്. സഹജമാർഗ ലിറ്ററേച്ചർ വായിക്കുമ്പോൾ അറിയാം, സ്പിരിച്വൽ അനാറ്റമി ദാജി രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. അതിൽ വളരെ ഭംഗിയായിട്ട് അത് പറയുന്നുണ്ട്. സെൻട്രൽ റീജിയൻ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ വിധത്തിലുള്ള ഡിവിഷൻസും അവസാനിക്കുന്നത്. അതാണ് സ്നേഹത്തിൻ്റെ സാമ്രാജ്യം, ഈശ്വരൻ്റെ സാമ്രാജ്യം. അപ്പോൾ അവിടേക്ക് നമ്മൾ എത്തുന്നത് വരെ ഈ തരത്തിലുള്ള പല കൺഫ്യൂഷനുണ്ട്. ഡിസിപ്ലിനാണ് വേണ്ടത്, ലവ് ആണ് വേണ്ടത്, സത്യസന്ധത വേണം. സത്യസന്ധത കാണിക്കുമ്പോൾ സ്നേഹം കാണിക്കാൻ പറ്റില്ല. ഡിസിപ്ലിൻ കൊണ്ട്, സ്നേഹം കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഈ കൺഫ്യൂഷൻസൊക്കെ ഇവിടെ ഉണ്ടാവും. പക്ഷേ യോജിക്കുമ്പോൾ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാനമെന്ന് മനസ്സിലാവും. ഡിസിപ്ലിനിലും സ്നേഹം വരുന്നു, സത്യസന്ധതയിലും സ്നേഹം വരുന്നു, എല്ലാത്തിനും സ്നേഹം തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നു. സത്യസന്ധതയും സ്നേഹവും തമ്മിലൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ സ്നേഹമാണ് വിജയിക്കേണ്ടത്, സംശയമില്ലാത്ത കാര്യം. ഡിസിപ്ലിനും സ്നേഹവും തമ്മിലൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ സ്നേഹമാണ് വിജയിക്കേണ്ടത്. കാരണം സ്നേഹമാണ് ഡിസിപ്ലിൻ കൊണ്ടുവരുന്നത്. സ്നേഹത്തോടെയാണ് ഡിസിപ്ലിൻ വരുന്നത്. അടിച്ചമർത്തുന്ന ഡിസിപ്ലിൻ കൊണ്ട് തൽക്കാലം കാര്യങ്ങൾ നടക്കും, പക്ഷേ അത് പെർമനൻ്റായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരില്ല. അപ്പോൾ അത് കൺവേർട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്, സ്നേഹം. അവിടേക്ക് നമ്മൾ അറിയാതെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്ന ഈ അനുഭവങ്ങളെയാണ് നമ്മൾ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളിൽ അനുഭവപ്പെടുന്ന ഭാരക്കുറവ്, എന്നിൽ നിന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ആ സ്നേഹം, കമ്പാഷൻ, അത് വർദ്ധിച്ച് വരുന്നത് കാണാം. ഇതാണ് ഈശ്വര ദർശനത്തിൻ്റെ പല ലെവൽസ് എന്ന് പറയുന്നത്. നമ്മൾ ടെക്നിക്കൽ വേർഡ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് പല രീതിയിലും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നു. ഏത് ചക്രത്തിലാണ്, ഏത് മണ്ഡലത്തിലാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, എൻ്റെ ഉള്ളും പുറവും ഒരുപോലെയാണെന്ന്. ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഞാൻ പറയുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മീൻ വാട്ട് യു സേ വാട്ട് യു മീൻ. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് നമ്മൾ അറിയാതെ കൺവേർട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് ഈ ദിവസം കടന്നു പോകുമ്പോൾ, വൈകുന്നേരം ഡയറി എഴുതുമ്പോൾ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ് ഉദ്ദേശിച്ചത് തന്നെയാണ് പറഞ്ഞത്, ഉള്ളും പുറവും ഒരുപോലെ എനിക്ക് എപ്പോൾ പ്രവർത്തിക്കാൻ സാധിച്ചു, അത് റെക്കോർഡ് ചെയ്യണം. അതാണ് എൻ്റെ ബെസ്റ്റ് പേഴ്സൺ. നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ള പല പ്രോഗ്രാംസിലും ഇത് പറയാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള
ഇന്ന് കണ്ടുമുട്ടിയ ബെസ്റ്റ് വ്യക്തിത്വം, നിങ്ങളുടെ ഉള്ള ബെസ്റ്റ് വ്യക്തിത്വമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യും. അതാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഉള്ളിലേക്ക് പോവുക. ആ ബെസ്റ്റ് വ്യക്തിത്വത്തിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ആ ഡിവിനിറ്റിയിലേക്ക് കിടക്കുക. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഈ ഉപരിതലത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടേക്ക് കണക്ട് ചെയ്യാൻ പറ്റാം. നമ്മുടെ ഉള്ളിൽ ബെസ്റ്റ് വ്യക്തിത്വം ഉണ്ട്. അത് അമ്മ കുട്ടിയെ കാണുമ്പോൾ അമ്മയുടെ ഉള്ളിൽ വരുന്ന ആ ഒരു ബെസ്റ്റ് വ്യക്തിത്വം. ഒരു ഡോക്ടർ രോഗിയെ കാണുമ്പോൾ ഉള്ളിൽ കമ്പാഷൻ വരുന്നു. തൻ്റെ കഴിവുകൾ മറക്കുന്നു, അറിവുകൾ മറക്കുന്നു. കമ്പാഷൻ, ഞാൻ എന്താണ് ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കമ്പാഷൻ വരും എൻ്റെ ബെസ്റ്റ് വ്യക്തിത്വം. വയ്യാണ്ട് കിടക്കുന്ന ഒരാളെ നമ്മൾ ഭക്ഷണം കൊടുക്കും, അല്ലെങ്കിൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് വ്യക്തിത്വം. നിസ്വാർത്ഥമായിട്ട് പ്രളയം വന്നപ്പോൾ എത്രയോ ആൾക്കാർക്ക് ഒരു ബെസ്റ്റ് പേഴ്സണാലിറ്റി എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ആ മൊമെൻറ്റ് റെക്കോർഡ് ചെയ്യുക. ആ നിമിഷങ്ങൾ എപ്പോഴും വരില്ല. ആ നിമിഷങ്ങൾ നമ്മൾ ഈശ്വരനോട് അടുത്തിരിക്കുന്ന നിമിഷങ്ങളായിരുന്നു. അത് റീകളക്ട് ചെയ്യുക. അത് പോയിട്ടില്ല. സഹജമാർക്ക് ബാബുജി മഹാരാജ് റീകോൾ ദ കണ്ടീഷൻ എന്ന് പറയും. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന കണ്ടീഷൻ മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഇതും നമ്മളുടെ കണ്ടീഷനാണ്. ആ ബെസ്റ്റ് വ്യക്തിത്വത്തിൽ ആരംഭിക്കുക, എന്നിട്ട് അതിനേക്കാളും ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ നോക്കുക. എന്നിട്ട് ആഴത്തിലുള്ള ആ വ്യക്തിത്വത്തെ അടുത്ത ദിവസം, അടുത്ത നിമിഷം മാനിഫെസ്റ്റ്. ഇങ്ങനെയായിരിക്കും നമ്മുടെ മാറ്റം. ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യണം, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, എൻ്റെ ബെസ്റ്റ് വ്യക്തിത്വം എവിടെയാണ്. അവിടെ നിന്ന് എക്സ്പ്രസ് ചെയ്യുക. എന്നിട്ട് ഹ്യൂമിലിറ്റിയോടുകൂടി ആക്സെപ്റ്റ് ചെയ്യുക. ഇതിനേക്കാളും ഉയർന്ന ഒരു സ്റ്റേറ്റുകൾ എൻ്റെ ഉള്ളിലുണ്ട്. അവിടേക്ക് എത്തിച്ചേരുമ്പോൾ അതും എക്സ്പ്രസ് ചെയ്യും. ഓൾവേസ് ഡിഫൈൻ എവിടേക്ക് എത്തണം, എന്നിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വയം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കാനുള്ള ആ ഒരു സന്മനസ് നമുക്കുണ്ടാവും. ഇത് തന്നെയാണ് ശരിക്കും ഈശ്വര ദർശനം എന്ന് പറയും. ഈശ്വര ദർശനത്തിലെ പല തലങ്ങൾ എന്ന് പറയും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.